മക്കളെ, മുകളിൽ നിങ്ങൾക്ക് ഇതാ 3 കൂട്ടുകാരെ കാണാനായിട്ട് പറ്റുന്നില്ലേ? ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരുടെ കയ്യിലുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം നിറയ്ക്കുവാണ്. ഒന്നാമത്തെ കൂട്ടി ചെയ്യുന്നത് ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുപ്പിയുടെ ആകൃതിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി രണ്ടാമതാണെങ്കിൽ ഒരു കുടത്തിലാണ് വെള്ളം നിറയ്ക്കുന്നത്. സോ വെള്ളത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുടത്തിന്റെ ഷേപ്പായി. മൂന്നാമതൊരു പ്ലേറ്റിലാണ് വെള്ളം നിറയ്ക്കുന്നത്. സോ ആ പ്ലേറ്റിൽ ആ വെള്ളത്തിന്റെ ആ ഒരു ആകൃതി എന്ന് പറയുന്നത് ആ പ്ലേറ്റിന്റെ ആ ഒരു ഷേപ്പ് പോലെ. അപ്പൊ ഇതിൽ നിന്ന് ദ്രാവകങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ്? ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതിയില്ല. പിന്നെയോ അത് അവ ഉൾക്കൊള്ളുന്ന പാത്രങ്ങളുടെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കുപ്പിയിലിട്ട സമയത്ത് കുപ്പിയിലുള്ള ആ ഒരു ഷേപ്പാണ്, പാത്രത്തിൽ നേരെ പരന്ന പാത്രമാണെങ്കിൽ പരന്ന പാത്രത്തിന്റെ ഷേപ്പാണ്, കുടമാണെങ്കിൽ കുടത്തിന്റെ ഷേപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് ഈ ഒരു ചിത്രം നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് പറ്റുന്നത്? ജലചക്രം കറങ്ങുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ജലചക്രം ഇവിടെ ഇങ്ങനെ ശക്തിയായിട്ട് കറങ്ങുന്നത്? ആ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ശക്തി കൊണ്ട്. അതുകൊണ്ട് തന്നെ ദ്രാവകങ്ങളുടെ മറ്റു പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ്? ഒന്ന്, ദ്രാവകങ്ങൾക്ക് ഒഴുകാനുള്ള കഴിവുണ്ട്. രണ്ടാമത്തേത്, ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട്. മൂന്നാമത്തേത്, അവർക്ക് ഭാരമുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ദ്രാവകങ്ങളുടെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വാതകങ്ങളും അതുപോലെ തന്നെ ഖരാവസ്ഥയിലുള്ളവന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്മുടെ സൈലത്തിന്റെ പ്രാണ ബാച്ച് നിങ്ങൾക്കായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ആണെങ്കിൽ 30% ഡിസ്കൗണ്ട് നിങ്ങൾക്കുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.